നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മ പറഞ്ഞ കഥയും കാര്യവും. മൃഗജീവിതത്തിൽ രമിക്കുന്ന മനുഷ്യർ. ഓരോരുത്തരുടെയും ലോകത്തിൽ അവരവർ വലിയവരാണ്. ഒരു കൊതുകിന് പോലും തൻ്റെ ലോകമാണ് മറ്റെല്ലാത്തിലും വലുത്. സ്നേഹിതരായ 2 ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. തങ്ങളുടെ ഭാവി ജന്മത്തെക്കുറിച്ചറിയാൻ അവർ പ്രശ്നം വെച്ച് നോക്കി. അടുത്ത ജന്മം ഒരാൾ കൊതുകായും കൂട്ടുകാരൻ കാളയായും ജനിക്കുമെന്ന് പരസ്പരം കണ്ടുമുട്ടുമെന്നും പ്രശ്നവശാൽ അവർ അറിഞ്ഞു. കൊതുകായി ജനിക്കാൻ പോകുന്ന ആൾ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അടുത്ത ജന്മം നമ്മൾ ഏതായാലും കണ്ടുമുട്ടുമല്ലോ, അപ്പോൾ നീ എന്നെ ഞെരിച്ചു കൊല്ലണം. അങ്ങനെ ആ നികൃഷ്ട ജന്മത്തിൽ നിന്ന് മോക്ഷം നേടി എനിക്ക് വേഗം ഈശ്വരൻ്റെ ലോകത്തിലെത്തുവാൻ സാധിക്കും. കൂട്ടുകാരൻ അത് സമ്മതിച്ചു. 2 പേരും മരണശേഷം മുൻ ജന്മത്തിൽ അവർ കണ്ടിരുന്നതുപോലെ കൊതുകായും കാളയായും ജനിച്ചു. കാളയ്ക്ക് പൂർവജന്മസ്മരണയുണ്ടായി. കൂട്ടുകാരൻ കൊതുകായി കിടക്കുന്ന അഴുക്കുചാലിൽ വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും കാള എത്തിച്ചേർന്നു. സുഹൃത്തിൻ്റെ സ്ഥിതി കണ്ട് കാളയ്ക്ക് സഹതാപം തോന്നി. കഴിഞ്ഞ ജന്മം പറഞ്ഞിരുന്നത് പോലെ കൊതുകിനെ തൻ്റെ കുളമ്പിനടിയിലിട്ട് ഞെരിച്ചു കൊല്ലാനായി അദ്ദേഹം മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് കൊതുക് നിലവിളിച്ചും കൊണ്ട് പറഞ്ഞു, നീ എന്ത് ക്രൂരകൃത്യമാണ് ചെയ്യാൻ പോകുന്നത്? അന്ന് നീ പറഞ്ഞിരുന്നില്ലേ കൊതുകായി കിടന്ന് കഷ്ടപ്പെടാൻ വയ്യ, ആ നികൃഷ്ട ജീവിതത്തിൽ നിന്ന് മോചിപ്പിച്ച് ഈശ്വരൻ്റെ ലോകത്തിൽ എത്തിക്കാൻ സഹായിക്കണമെന്ന്. കാളയുടെ വാക്കുകൾ കേട്ട് ചിരിച്ചും കൊണ്ട് കൊതുക് പറഞ്ഞു, നല്ല കൂത്തായി, ഇത് നികൃഷ്ട ജീവിതമെന്നോ? ഈ ജീവിതം എത്ര സുന്ദരവും സുഖകരവുമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? എനിക്ക് സുന്ദരിയായ ഭാര്യയും സുന്ദര കുട്ടപ്പന്മാരായ മക്കളുമുണ്ട്. എനിക്ക് ഈശ്വരൻ്റെ ലോകത്തിലേക്കൊന്നും സഞ്ചരിക്കേണ്ട. ഇതിലുമുപരി മറ്റൊരു ലോകവും ഞാൻ കാണുന്നില്ല. എനിക്കിവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഇതാണ് ഓരോരുത്തരുടെയും കാര്യം. ഒരു കൊതുകിനും അതിൻ്റെ ജീവിതമാണ് ശ്രേഷ്ഠം. അതുപോലെ ലൗകികതയിൽ കഴിയുന്ന മനുഷ്യർ അതാണ് ഏറ്റവും ഉത്തമമെന്ന് കരുതുന്നു. മനുഷ്യനായി ജനിച്ചിട്ട് മൃഗമായി ജീവിതം നയിക്കുന്നവർ മാത്രമേ ലൗകിക ജീവിതത്തിലാണ് ആനന്ദം എന്ന് പറയുകയുള്ളൂ. ആ കൊതുക് അനുഭവിച്ചു കൊണ്ടിരുന്ന സുഖത്തിൽ നിന്ന് ഒട്ടും ഭിന്നമല്ല ലൗകികതയിൽ നിന്ന് ലഭിക്കുന്നതെന്ന് മക്കൾ അറിയണം. ഈശ്വരനെ ആശ്രയിക്കുന്നതിലൂടെ മാത്രമേ സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം നേടാനും യഥാർത്ഥ ആനന്ദം അനുഭവിക്കുവാനും സാധിക്കൂ. ഹരി ഓം നമഃ ശിവായ.